ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യു ആർട്ട് ബൈ റീനു. അപ്പോൾ ഇന്ന് ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു ഹെന്ന ഡിസൈനാണ് ചെയ്യുന്നത്. കുറേ ദിവസമായി നമ്മളെ നെയ്ബർ പാച്ചി ഹെന്ന ഇട്ട് തരാൻ പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് അവളെ കയ്യിൽ ഹെന്ന ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസ് എടുത്തതാണ്. സ്റ്റാർട്ടിങ്ങൊന്നും എടുക്കാൻ പറ്റിയില്ല. മൈലാഞ്ചി ഇട്ട് പകുതി ആയപ്പോഴാണ് വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കുറച്ച് വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാച്ചിക്ക് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു ഹിന്ദി കലേജ് മിക്സിങ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇടുന്നത്. ഹെന്ന നമ്മൾ മുന്നേ ഉണ്ടാക്കി കൊള്ളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഹെന്ന കോൺസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ആഫ്റ്റർ കെയർ ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെന്ന ഇട്ട് അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്തിട്ട് വാഷ് ചെയ്യാണ്ട് തന്നെ അത് ഈ ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. അത് നമ്മൾ ഹെന്നയുടെ കളർ ഒന്നും കൂടി ഡാർക്ക് ആവാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കോക്കനട്ട് ഓയിൽ, അതുപോലെ തന്നെ ഒലിവ് ഓയിൽ, യൂക്കാലിപ്സ്, അങ്ങനത്തെ ഒരുപാട് ഐറ്റം വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഒരുപാട് ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് നാച്ചുറലാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളതിലുള്ള പ്രൊഡക്റ്റ് ഹെന്ന ബാമാണ്. അത് ഷിയ ബട്ടറൊക്കെ വെച്ച് ചെയ്യുന്നതാണ്. ഷിയ ബട്ടർ, യൂക്കാലിപ്സ്, ഈ ഓയിലുണ്ട്. ചില കസ്റ്റമേഴ്സിന് ഇഷ്ടം ഓയിൽ, ചില കസ്റ്റമേഴ്സിന് ബാം, അങ്ങനെ പലർക്കും പല ഇതാണ് ഓപ്ഷൻസാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കസ്റ്റമൈസ്ഡായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു കയ്യിൽ ഹെന്ന ഒരു വിധമൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ രണ്ട് കയ്യിലും സെപ്പറേറ്റ് ഡിസൈനാണ് ഇടുന്നത്. അപ്പോൾ ചില കസ്റ്റമേഴ്സിന് രണ്ട് കയ്യിലും സെയിം ആയിട്ടുള്ള ഡിസൈൻസ് വേണമെന്ന് പറയും. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ പിന്നെ ചിലവർ ഫോണിൽ മൊബൈൽ ഡിസൈൻസ് വേണമെന്ന് പറയും. അപ്പോൾ നമ്മൾ അതിലുള്ള പോലെ തന്നെ സെയിം ആയിട്ട് ഇത് നമ്മൾ കയ്യിൽ ചെയ്ത് കൊടുക്കണം. ചിലവർക്ക് നമുക്ക് നിങ്ങളിഷ്ടമുള്ള ഡിസൈൻസ് ഇട്ടോ എന്ന് പറയും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അധികം ടൈം എടുക്കില്ല, പെട്ടെന്ന് തന്നെ കഴിയും. ചിലവർ മൊബൈലിലുള്ള കറക്റ്റ് ഒരു ഡോട്ടാണെങ്കിൽ കറക്റ്റ് അതേപോലെ സെയിം ആയിട്ട് വേണമെന്ന് പറയും ചില കസ്റ്റമേഴ്സ്. എല്ലാവരും വെവ്വേറെ എന്താ പറയുക ഡിസൈൻസാണ് പറയുക. ഞാൻ ഹെന്ന ഇടാൻ പഠിച്ചിട്ടൊന്നുമില്ല. എൻ്റെ കസിൻസ് ഉണ്ട് ഇതുപോലെ താത്താർ, അവരിതുപോലെ നന്നായിട്ട് ഹെന്ന ഇടും. എച്ചിയത്ത, അതുപോലെ അതായത് അമ്മായിയുടെ മോള്, അതുപോലെ തന്നെ മൂത്താപ്പാടെ മോള്, താത്തു, ഇവരൊക്കെ നന്നായിട്ട് ഇടും. അപ്പോൾ അവരൊക്കെ ഇതുപോലെ ഞങ്ങളെ ചെറുപ്പത്തിൽ തറവാട്ടിൽ വെച്ചിട്ട് പെരുന്നാളിനൊക്കെ ഇടുമ്പോൾ ഞങ്ങളിങ്ങനെ കുറേ പിള്ളേരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കൈയും കൊണ്ട് ക്യൂ ആണ്. അവർ നന്നായിട്ട് ഇടുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ കൊണ്ട് ഇടയിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഹെന്നൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം, നല്ല ഹെന്നയുടെ അടുത്തൊരു ഇഷ്ടം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് അങ്ങനെ കുറച്ച് ചെറുതായി ഇടും. പിന്നെ ഇവിടെ വന്ന് ഞാനൊരു സലൂണിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഖത്തറിലൊരു സലൂണിൽ, വില്ലേജിയുടെ അടുത്തുള്ളൊരു സലൂണിൽ ഹെന്ന ആർട്ടിസ്റ്റായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്ത്യൻ ഡിസൈൻസ് അങ്ങനെ മാത്രമേ അറിയായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ അവരങ്ങനെ ഇട്ടിട്ട് അവരിടുന്ന കണ്ടിട്ട് ഞങ്ങൾ ഇതുപോലെ കുറച്ച് പുതിയ ആൾക്കാർ, ജൂനിയേഴ്സ്, പുതിയത് കയറിയത് ആൾക്കാർ, അവരെ കൊണ്ടൊന്നും ഫസ്റ്റ് ഇടിപ്പിക്കില്ല. അങ്ങനെ ഞങ്ങൾ A4 ഷീറ്റ് തരും. അങ്ങനെ A4 ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെയാണ് പ്രാക്ടീസായിട്ടാണ് ഇവിടുത്തെ ഡിസൈൻസൊക്കെ ഞാൻ പഠിച്ചത്. കുറേ പേര് ചോദിച്ചിരുന്നു എന്നെ കോഴ്സ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും എന്നൊക്കെ. ഞാൻ കോഴ്സൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ പഠിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ഇട്ടിട്ട് എന്താ പറയുക ഇടാൻ പറ്റണത്. അന്നതുപോലെ താത്താർ ഹെന്നിട്ട് തരുമ്പോൾ അവരെന്നിട്ട് തരാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കിതുപോലെ ഹെന്ന ഇടാൻ പറ്റും, അതുപോലെ അറബ്സിനൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പറ്റും എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇതുപോലെ ഓരോ വർക്കിന് പോകുമ്പോഴും ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷമാണ്. അതുപോലെ ഇവിടെ ഖത്തറിൽ വന്ന ടൈമിലൊക്കെ അറബ്സിനൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇക്കാടെ ഒരു ഫ്രണ്ട് ഉണ്ട് നവാഫ്, ആൾ ഒരു അറബിയുടെ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആളുടെ മാഡത്തിൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ആ മാഡത്തിന് ഫസ്റ്റ് ഇട്ട് കൊടുത്തു. ആൾക്ക് നല്ല ഇഷ്ടമായി ഹെന്ന. അങ്ങനെ അവിടെ നിന്നാണ് എനിക്ക് ഫസ്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവരെ കസിൻസ്, റിലേറ്റീവ്, ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് നമ്പർ എൻ്റെ പാസ് ചെയ്തു. അങ്ങനെ അവിടെ നിന്നാണ് എനിക്ക് കുറേ വർക്ക് കിട്ടിയിട്ട് ഇപ്പോൾ മാഷാ അല്ലാ അത്യാവശ്യം വർക്ക് വരുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് വർക്കുകളൊക്കെ കിട്ടിയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ 2 പെരുന്നാളിൻ്റെ ടൈമിലും അതുപോലെ കല്യാണത്തിൻ്റെ ടൈമിലൊക്കെ സീസണിലൊക്കെയാണ് കൂടുതൽ വർക്കുകൾ ഉണ്ടാവൽ. അപ്പോൾ അവർ ഡയറക്റ്റ് എന്നെ വിളിക്കും. അങ്ങനെ ലൊക്കേഷൻ അയച്ചു തന്നിട്ട് അങ്ങനെ പോയിട്ട് ആണ് ഇടാം. അങ്ങനെ പാച്ചിയുടെ കയ്യിൽ ഹെന്നൊക്കെ ഇട്ട് കഴിഞ്ഞു. പിന്നെ വേറെ നെയ്ബറുണ്ട് ജംഷി എന്ന് പറഞ്ഞത്. അപ്പോൾ ആളുടെ കയ്യിലും ആൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആളെ കയ്യിലൊക്കെ ഇട്ട് കൊടുത്തു. ആൾ കാസർഗോഡുള്ളതാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായി ഹെന്ന ഇട്ടത്. ആൾ ഇത്രയും ഭംഗിയിൽ ആളെ കയ്യിൽ ഇട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് ഹെന്ന. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.